നമ്മൾ ഇന്ന് പ്രൊമിത്യൂസിന്റെ കഥയാണ് പറയാൻ പോകുന്നത്. പ്രൊമിത്യൂസ് ആരെന്നറിയാലോ? മനുഷ്യർക്ക് അഗ്നി സമ്മാനിച്ച ഒരു ദേവനാണ് പ്രൊമിത്യൂസ്. മനുഷ്യര് സൃഷ്ടിക്കപ്പെട്ട കാലത്ത് മനുഷ്യര് നഗ്നരായിരുന്നു. അവർക്ക് നാണം മറയ്ക്കാൻ വസ്ത്രങ്ങളോ തണുപ്പകറ്റാനായിട്ട് മറ്റ് സൗകര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇരുട്ടിനെ ഭയന്നും തണുപ്പിൽ തണുത്ത് വിറച്ചുമൊക്കെയാണ് മനുഷ്യവർഗം ജീവിച്ചു പോന്നത്. എന്നാൽ പ്രൊമിത്യൂസ് എന്ന് പറയുന്ന അതിമാനുഷ്യനായ ഒരു ദൈവം ഈ മനുഷ്യകുലത്തോട് വളരെ അനുകമ്പമുള്ള ആളായിരുന്നു. അദ്ദേഹം ഈ മനുഷ്യരുടെ അരികിലേക്ക് വരികയും അവരെ എഴുത്തും വായനയും കൃഷിയും ഒക്കെ പഠിപ്പിക്കുകയും നാഗരികമായ ജീവിത രീതികളൊക്കെ പരിശീലിപ്പിക്കുകയും ഒക്കെ ചെയ്തു. ഇത്രയൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് മനുഷ്യരെ കൂടുതൽ മികച്ച ആൾക്കാരാക്കി മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെങ്കിലും അഗ്നി സ്വന്തമായിട്ടില്ലാത്തതിന്റെ ഒരുപാട് പ്രതിസന്ധികൾ മനുഷ്യർ അനുഭവിച്ചു കൊണ്ടേയിരുന്നു. ഇരുട്ടിനെ ഭയന്നും തണുപ്പിനെ അതിജീവിക്കാൻ കഴിയാതെയും മനുഷ്യർ കഷ്ടപ്പെടുന്നത് കണ്ട പ്രൊമിത്യൂസ് നേരെ പോയി സിയൂസ് ഒളിമ്പസ് പർവ്വത നിരകളിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന അഗ്നിയുടെ ഒരു കണം മോഷ്ടിച്ചു കൊണ്ടുവന്ന് മനുഷ്യർക്ക് കൊടുത്തു. അഗ്നി കയ്യിൽ കിട്ടിയതോടുകൂടി മനുഷ്യർ അതുപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യുവാനും അഗ്നിയുടെ സഹായത്താൽ ആയുധങ്ങൾ നിർമ്മിക്കുവാനും കൂടുതൽ മെച്ചപ്പെട്ട ജീവിത മാർഗങ്ങൾ കണ്ടെത്തുവാനും കൂടുതൽ മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് വളരുവാനും തുടങ്ങുകയും ചെയ്തു. പ്രൊമിത്യൂസ് അഗ്നി മോഷ്ടിച്ചു കൊണ്ടുപോയി മനുഷ്യർക്ക് കൊടുത്തു എന്നറിഞ്ഞ സിയൂസ് അതീവ കോപാകുലനാവുകയും പ്രൊമിത്യൂസിനെ പിടിച്ചുകൊണ്ടുപോയി ഒരു പർവ്വതത്തിൽ ചങ്ങലകളാൽ ബന്ധിച്ചിടുകയും ചെയ്തു. എല്ലാ ദിവസവും രാവിലെ സിയൂസിന്റെ പക്ഷിയായ ഒരു കഴുകൻ പറന്നു വന്ന് പ്രൊമിത്യൂസിന്റെ കരള് കൊത്തിപ്പറിച്ച് കഴിച്ചുകൊണ്ട് തിരിച്ചു പോകും. എല്ലാ രാത്രികളിലും പ്രൊമിത്യൂസിന്റെ കരള് വീണ്ടും വളർന്നു വരികയും ചെയ്യും. പിറ്റെന്നും പ്രഭാതത്തിൽ കഴുകൻ വരികയും പ്രൊമിത്യൂസിന്റെ കരള് കൊത്തിപ്പറിക്കുകയും ചെയ്യും. യുഗങ്ങളോളം ഇത് ആവർത്തിക്കുകയും യുഗങ്ങളോളം മനുഷ്യർക്ക് വേണ്ടി പ്രൊമിത്യൂസ് ഈ നരകയാതന അനുഭവിക്കുകയും ചെയ്തു. യുഗങ്ങൾക്ക് ശേഷം സിയൂസിന്റെ മകനായ ഹെർക്കുലീസ് പ്രൊമിത്യൂസിനെ തേടി വരികയും ഈ കഴുകനെ കൊന്ന് പ്രൊമിത്യൂസിനെ മോചിപ്പിക്കുകയും ചെയ്തു എന്നാണ് കഥ. ഇനിയെങ്കിലും തീ കാണുമ്പോഴും തീയിൽ പാകം ചെയ്തെടുത്ത ഭക്ഷണം കഴിക്കുമ്പോഴും എങ്കിലും നമ്മൾ പ്രൊമിത്യൂസിനെ ഓർക്കണം, അദ്ദേഹത്തോട് നന്ദിയുള്ളവരായിരിക്കണം. ഇതാണ് മനുഷ്യർക്കായി അഗ്നി മോഷ്ടിച്ചു കൊണ്ടുവന്ന പ്രൊമിത്യൂസിന്റെ കഥ.